Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ചേച്ചി ഞാൻ ഇപ്പൊ ഓഫീസിലെത്തി, ഞാൻ നോക്കട്ടെ. അപ്പം ലാസ്റ്റ് മന്ത് കുറച്ച് എമൗണ്ട് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് അത്യാവശ്യം കൊടുക്കാനുള്ള കാശായിരുന്നു. ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്തും ചോദിക്കായിരുന്നു. എന്നാ പിന്നെ എന്തിനാ ട്രാൻസ്ഫർ ചെയ്തൊന്നും പറഞ്ഞൂടെ? നീ ഇനി അതിന്റെ പുറകെ പോണ്ട കാര്യമില്ല. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്തേക്കാം. അത് കുഴപ്പമില്ല, നീ അയച്ചാൽ മതി. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ നോക്കിയോളാം. ഓക്കെ അപ്പൊ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഹലോ, ഇക്ബാലൊക്കെ? ഞാൻ വിനയാണേ, KTM ട്രേഡേഴ്സിന്റെ. പറയൂ വിനയ്. അപ്പനൊരു ഹ്യൂജ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനാന്നറിയാൻ വേണ്ടിട്ടാ.
അത് വിനയനെ അച്ഛനോട് തന്നെ ചോദിച്ചാ പോരെ? അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, അതിനൊരു വ്യക്തത വന്നില്ല. അതാ വിനയ് ഇപ്പൊ ഇവിടെ ഉള്ളത്? ഞാൻ വീട്ടിലുള്ള. ഞാൻ ഒരാളുടെ നമ്പർ അങ്ങോട്ട് അയക്കാം. നാളെ അയാളോടൊപ്പം ഒന്ന് ഇതുവരെ വരാമോ? നമുക്ക് നേരിട്ട് കാണാം. ശരി. അകലയോ തേടും നിഴൽ അരികിലായി തോന്നിയോ ഇനിയും ഈ മൂടും വെയിൽ തീരാതെ നീളുന്നുവോ പറന്നേരിടാൻ വരുത്തിന്നലേ നീ മെല്ലെ മൂളുന്ന പാട്ടിൻ കൂട്ടായി നിലത്തൂവലായി വരൂ താരകെ പുതിയൊരു പൊൻസൂര്യനേകുന്ന പുലരിപ്പൂവായി മാറിടാ. ഹലോ, ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് വിലസ്റ്റർ അല്ലേ? അതെ അതെ, ഞാനിപ്പോ വരാം. വിനയ്, Yeah. ഓക്കെ. എന്താ പേര്? താര. ഇക്ബാലിന്റെ ആരാ? നമ്മൾ ഇക്ബാലിക്കയുടെ അടുത്തേക്കാ പോകുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3 മാസം മുമ്പ് ജോലി അന്വേഷിച്ചു വന്നത്. എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. പക്ഷെ ഞാനത് പാസ്സായിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊരു നല്ല ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അവസാനം ഒരു ജോലി കിട്ടി. നാളെ മോർണിംഗ് 7 o'clock വരും. ഓക്കെ സർ. ഒരു ട്രെയിനിങ് ഉണ്ട്. അത് ഓക്കെ ആയ ബാക്കി സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. പിന്നെ താര, നാളെ വരുമ്പോ ഇങ്ങനെ വന്നാ പോരാ, ഒരു സൂട്ട് ഇട്ട് വന്നു. Hi everyone. Good morning guys. ഗുഡ് മോർണിംഗ്. Today, we are going to conquer the market. As we all know, we have chosen Mr. Prem as the best performer of this year. Thank you. Thank you. Okay guys, all the best and have a good day. Thank you. Thank you. Thank you. Thank you. Thanks a lot. Hi Tara. Hi sir. This is Prem, also from Kerala. ഓക്കെ. Today onwards, he's your new trainer. ഓക്കെ. He's one of the most senior trainers of our organization. This is a good chance. All the best. താങ്ക് യു മാം. Okay. All the best. താങ്ക് യു സർ. Thank you, sir. Let's go. Come with me. Oh my God, steps again. Taxi! Left. कितना हो गया? 30 हाँ.
Give me 1 minute. Can we go for a coffee? ചേട്ടാ ഇതെന്താ ജോലി? Don't worry. Come with me. താര ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. Oh, so you're new. അതെ. അപ്പൊ you're very lucky കേട്ടോ. കാരണം ഈ ഓർഗനൈസേഷനിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് എന്റെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും ആരെ എടുക്കാറില്ല ഇവിടെ. So you're very lucky to get this job. ഞാനൊരു 2 ഓപ്ഷൻസ് തരാം. ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും താര ചൂസ് ചെയ്യാന്നുള്ളത് താര പറയും. ഓക്കെ? 1, ഒരു സാലറൈസ് ജോബ്. ആൻഡ് ദ സെക്കൻഡ് വൺ is a business of your own. കമ്മീഷൻ കിട്ടുന്ന ഒരു ബിസിനസ്. ഏതായിരിക്കും ഓപ്ഷൻ? എനിക്ക് ജോലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടില്ല. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡോണ്ട് വറി, ഐ ട്രെയിൻ യു ത്രൂ. പക്ഷേ ഇങ്ങനെ 2 ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ വിച്ച് വിൽ ബി യുവർ ഓപ്ഷൻ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാനിപ്പോ പുതിയതല്ലേ, അപ്പൊ എനിക്കൊരു സാലറി ബേസ്ഡ് ജോബ് ആയിരിക്കും താല്പര്യം. നോ 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 നോ, അതാണ് നമ്മുടെ തോട്ട് പ്രോസസിന്റെ ഒരു കുഴപ്പം. സി, സാലറി ഉള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ 10 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാലറി യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ 1 ഇയർ. ഇപ്പൊ എന്നെ തന്നെ നോക്കൂ, 3 ഇയേഴ്സ് കൊണ്ടാണ് ഞാൻ ഈ ടീം ബിൽഡ് ചെയ്തത്. അപ്പൊ ഈ ടീമിലോട്ട് താരയും കൂടി വന്നു കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു ആർ സക്സസ്ഫുൾ, ഞാൻ അടുത്ത ബ്രാഞ്ച് ബഹ്റൈനിൽ തുടങ്ങും. ആൻഡ് ഐ വിൽ ബി ദ മാനേജർ ദർ ആസ് വെൽ. സോ ആർ യു ഇൻ ഇറ്റ് ഓർ ഓഫ് ഇറ്റ്? ഞാൻ റെഡിയാണ് സർ. യു ആർ റെഡി? വെരി ഗുഡ്. ഐ ലൈക്ക് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. 7th ലെഗിൽ താരയും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോ ഇറ്റ് വിൽ ബി ഓക്കെ. പെർഫെക്റ്റ് ആയിരിക്കും. കം ഇൻ താര. ഓക്കെ. Let me show you how it's done. Okay. So, watch me and learn, okay? ഒരു pleasant smile ഉണ്ടാവണം. Good morning, sir. Yes. How are you today? My name is Prem and this is Tara and we are from Unique Selling Products and I have a unique product for you today, sir. This is an English-Arabic visual dictionary which is going to change your life. Sir, let me show you how it's done. This is the only dictionary that can actually type. Sometimes this happens. Come. തുടക്കം പാളി. See, when we talk about this book, we have to talk about the visual quality of the book as well. സെക്യൂരിറ്റിക്ക് എന്നെ പേടിയാണ്. അതെ, നമ്മൾ ഈ മാർക്കറ്റിംഗുമായിട്ട് പലയിടത്ത് ഓടി നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. നമ്മൾ ഓരോ വീടായിട്ട് കയറി ഇറങ്ങല്ലേ, അത് അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ എല്ലാ ബിൽഡിംഗും ഇങ്ങനെ ആയിരിക്കും? ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ്. ശരിക്കും ചിലയിടത്തുണ്ടാവും. അപ്പൊ ഇതേപോലെ ഒളിച്ചാ മതി. ഓക്കെ? എന്റെ ചേട്ടാ, പോട്ടെ. കമ്പനിയുടെ സെറ്റപ്പും സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല ജോലിയായിരിക്കുമെന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സിറ്റിയിലെ എല്ലാ ബിൽഡിംഗും കയറി ബുക്ക് വിൽക്കുന്ന ജോലിയാ കിട്ടിയെന്ന്. ഇതിന്റെ എല്ലാം ടെൻഷനിലിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് അടുത്ത പ്രശ്നം, കല്യാണം. അമ്മ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. നിന്നോട് അവരൊന്ന് കാണാനല്ലേ പറഞ്ഞുള്ളൂ. പയ്യൻ നിന്റെ സ്ഥലത്ത് തന്നെയാ ജോലി ചെയ്യുന്നത്. അപ്പനും അമ്മയും അമേരിക്കയില. ഒന്ന് പോയി കണ്ടുന്ന് വെച്ചാൽ എന്താ നിനക്ക് പറ്റുക? അമ്മ, ഞാനിപ്പോ ഇവിടെ എത്തി. ഞാൻ അവരെ പോയി കണ്ടോളാം. അല്ലെങ്കിലും അച്ചാച്ചനും അമ്മയും ഞാൻ പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. ഹായ്. ഹായ് മോളു, കം കം ഇരിക്കൂട്ടോ. ഹായ്. ഹായ്. ഹൗ ഇസ് യുവർ ജോബ്? ഗോയിങ് ഗുഡ്. നിങ്ങളൊക്കെ ഇപ്പൊ എത്തി? നാട്ടിൽ നിന്ന് രാവിലെ എത്തി. നേരെ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ വെച്ച് നിട്ടേണ്ട കാര്യമില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് അടുത്തൊരു ഡേറ്റ് നോക്കി തീരുമാനിച്ചാലോ? നമുക്ക് അടുത്ത ക്രിസ്മസ് നടത്തിയാലോ? റോണി, മമ്മ എപ്പോഴും പറയാറില്ലേ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കരുതെന്ന്. സോറി മമ്മ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങളിപ്പോ വരാം. വന്നേ. താര കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലല്ലേ പഠിച്ചത്? അതെ. താരയുടെ CV എനിക്കൊന്ന് മെയിൽ ചെയ്യേ. എഞ്ചിനീയറിംഗ് പാസ്സായിട്ടില്ലെന്ന് എന്റെ വീട്ടിലും ഇവർക്കും അറിയത്തില്ലായിരുന്നു. എനിക്ക് പറയാനും പേടിയായിരുന്നു. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇവര് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തേഴ്സ്ഡേ ആയിരിക്കും പ്രീമാരേജ് കോഴ്സ്. വെറുതെ നീട്ടിക്കൊണ്ട് പോണ്ട രണ്ടാളും. ഞാൻ വേണമെങ്കിൽ താര ഒന്ന് പിക്ക് ചെയ്യാം. വേണ്ട, ഞാൻ പറയാം. എന്നാ ശരി. ശരി ആന്റി. ശരി. ബൈ താര. ബൈ.
Hello. Hi Tara, how are you? Good. May I know who's this? I am Alex from UBM Group. Congratulations Tara, you are the gold coin winner of our weekly promotion. But I'm actually new here. മലയാളി അല്ലേ? അതെ. താര 3 days മുമ്പ് സെൻട്രൽ മാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് താരയാണ്. ഒരു ഗോൾഡ് കോയിൻ ആണ് സമ്മാനം. ഞാൻ ഇതിലേക്ക് അഡ്രസ് അയക്കാം. ഇവിടെ വന്നൊന്ന് കളക്ട് ചെയ്യാമോ? വരാം. ഓക്കെ. ഹായ്, ഐ എം താര. ഹായ് താര. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇരിക്കും. താര നാട്ടിലെവിടെയാ? കോട്ടയം കടുത്തുരുത്തി. കോട്ടയം കടുത്തുരുത്തി. യെസ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. എങ്ങനെ ജോലിയൊക്കെ നല്ലതായിട്ട് പോന്നോ? കുഴപ്പമില്ല. ഓക്കെ. താര ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റി ഞാനൊരു 20 minutes പറയാം. 5 minutes മതി. ഓക്കെ. താര ചെയ്യുന്ന ജോലിയിൽ താര സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഓക്കെ. താര ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ചിലപ്പോൾ താരയുടെ ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും നമ്മുടെ ഈ മീറ്റിംഗ്. താര ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ലാസ്റ്റ് 20 years ആയിട്ട് സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ആ ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ എനിക്ക് പോവായിരുന്നു. താര ലെറ്റ് മീ കംപ്ലീറ്റ്. ലാസ്റ്റ് 20 years ആയിട്ട് സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്റെ കമ്പനിയിൽ ഞാൻ കാശ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കണം. എന്നിട്ട് വേറെ 2 പേരെ ചേർക്കണം. അവര് വേറെ 2 പേരെ ചേർക്കും. അത് 4 ആകുന്നു, 10 ആകുന്നു, 100 ആകുന്നു. എന്റെ പൊന്നു ചേട്ടാ, നാട്ടിൽ നിന്ന് ഇത് കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് താല്പര്യമില്ല. ഓക്കെ, ദിസ് ഈസ് യുവർ ഗിഫ്റ്റ്. എന്റെയും ചിന്താഗതി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ സാധ്യതകളൊക്കെ മനസ്സിലായത്. സാരമില്ല, ചിലപ്പോ താരയുടെ ലൈഫിലെ ഒരു മോശം ദിവസമായിരിക്കും. എനിവേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. താര, ഹോൾഡ് ദിസ്. താരയുടെ ലൈഫിന്റെ സെക്കൻഡ് ഫേസ് ഇവിടെ തുടങ്ങുകയാണ്. ചേട്ടാ, അത് ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരൂ. ഞാനിവിടെ ഉണ്ട്, പോയിട്ട് വരൂ. പല വഴിയിൽ പല പലതാം തേടി നീ തേടി കാന്തേ കരിമിഴിയിൽ ഒരു കരവിനാളം തീനാളം നീയേ ഓ നീയേ. Hi sir, good morning. How are you sir? Hi, good morning. Sir, this is Tara. My name is Prem. We are from Impulse Unique Selling Products sir. English Arabic Dictionary sir. ഈ അറബിക് ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. സാറിന്റെ ഫാമിലിക്ക് ഇങ്ങനെയാണ് നമ്മൾ വിൽക്കേണ്ടത്. ഗതിവേഗം കൂടണം, ഇനിയേറെ പോകണം. ഹലോ. ഹലോ താര, ഞാൻ അലക്സ. എന്നോട് വിശേഷം? സുഖം. അതെ, പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ? അതെ, ഞാൻ ഇച്ചിരി ബിസിയാണ്. കുറച്ച് നന്നായി. താല്പര്യമില്ല എന്ന് പറഞ്ഞത് വളരെ നന്നായി. എന്ത്?
വേറെ ആരോ ജോലി ഓഫർ ചെയ്ത് വിളിച്ചതല്ലേ അല്ലേ? എനിക്കറിയാം. താര ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്ക്. വേറെ ഏത് മാർക്കറ്റിംഗ് ജോബാണ് 30% കമ്മീഷൻ തരുന്നത്? താര ഈ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ഈ ബുക്കൊക്കെ കറക്റ്റ് ആയിട്ട് വിൽക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ താരയ്ക്ക് വിസ അടിക്കും. വിസ അടിച്ചാൽ പിന്നെ താര രക്ഷപ്പെട്ടു. പിന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാം. ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരോ വഴികൾ അങ്ങകലെ ചേരാനായി നീ അങ്ങോളം ഇങ്ങോളം അലയായി ഒഴുകി തെന്നാതെ മങ്ങാതെ നീങ്ങിയോ നീ തന്നോട് പലതൊരു വിടവെ മുന്നോട്ട് പാലിയോ വന്നിടും നിൻകാലം തൂമിന്നലായി മാറും ആകാശം ചേരും നീ പെൺമണി മിഴിയെ ഇതുവരെയും നീയെ ഇളം നെഞ്ചു കൂടി വെട്ടിപ്പോകും ചിലകണിയണ മാനസം ജ്ഞാനം ചേരണം ഗതിവേഗം കൂടണം ഇനിയേറെ പോകണം. ஆப்பிள் சாப்பிடுமா? சாப்பிடு. இந்த ஆப்பிளோட அரபி தெரியுமா? தெரியாது. இந்த காலத்துல அரபி படிக்கணும். அரபி படிச்சா உங்க உத்தியோகத்துல ரொம்ப ரொம்ப கேட்டம் கிடைக்கும். മനസ്സിലായ? 1 സെക്കൻഡ്. ഹലോ സർ. എന്താവാം സർ, ഈ കാലഘട്ടത്തിൽ ബുക്ക് വിൽക്കാനൊക്കെ വലിയ പ്രയാസമാണ് സാറേ. നമ്മൾ പറഞ്ഞതല്ലേ ഈ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ ബുക്കും കൊണ്ട് നടന്ന ആൾക്കാരും വാങ്ങുമോ സർ? ഇത് പറഞ്ഞിട്ടാണ് എന്റെ കഴിഞ്ഞ 3 വർഷം പോയത്. എനിക്കറിയാം സർ, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആണുള്ളതെന്ന്. അതൊക്കെ പോട്ടെ, താരയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ് ആണ് സാർ. പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആ കുട്ടി വളരെ നല്ല പെർഫോമൻസ് ആണ് സർ. ബുക്ക് വിൽക്കുന്ന കാര്യത്തിൽ സാർ പ്രതീക്ഷിക്കേണ്ട ഒരെണ്ണം പോലും വിൽക്കത്തില്ല. മാക്സ് ഒന്ന് പുഷ് ചെയ്യൂ, എല്ലാം ശരിയാവും. ഓക്കെ. ഹലോ. എനിക്കറിയായിരുന്നു താര വരുമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ. താര അറിവുകളാണ് ലോകത്തെ ആൾക്കാരെ വലിയവരാക്കുന്നത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇപ്പൊ ഉദാഹരണം, താര ഒരു 20 വർഷം വർക്ക് ചെയ്യുന്ന വെച്ചോ, എത്ര രൂപ സമ്പാദിക്കാൻ പറ്റും? ബിസിനസ് ചെയ്താ അതിൽ കൂടുതൽ കാശ് കിട്ടുന്നല്ലേ ചേട്ടൻ പറയാൻ വന്നേ? താര ഇതൊരു വെറും ബിസിനസ് അല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. താര ഒരു 2000 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താരയ്ക്ക് ഡെയിലി ഒരു 80 ദിർഹംസ് റിട്ടേൺ കിട്ടും. താരയുടെ താരയുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തു, അതിന്റെ കമ്മീഷൻ താരക്ക് കിട്ടും. എങ്ങനെ ഉണ്ടായി? എല്ലാ ദിവസവും കിട്ടുമോ? എല്ലാ ദിവസവും കിട്ടും. പക്ഷെ നിങ്ങൾക്കത് നഷ്ടമല്ലേ? താര ലോകം വേറെ ലെവലാണ്. ഇപ്പൊ താര ഇരുന്ന പൈസ എടുത്തിട്ട് നമ്മൾ വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഷെയർ എടുത്തിട്ട് താരക്ക് തരും. ചേട്ടാ, എന്റെ അത്ര കാശൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നാട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. അല്ല, ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അത് നാട്ടിലെയാ. ഒന്ന് കാണിക്കാവോ? ഇതിന്റെ പിൻ നമ്പർ എത്രയാ? അയ്യോ ചേട്ടാ, സ്വൈപ്പ് ചെയ്യല്ലേ. ഒരു ജോലി ഉണ്ടെന്നേ ഉള്ളൂ, എപ്പ വേണമെങ്കിലും റിസൈൻ ചെയ്യാം. താര വേണേ നാളെ തന്നെ റിസൈൻ ചെയ്തോ. താര ജീവിതത്തിൽ റിസ്ക് എടുത്തൊരു മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഉദാഹരണം ഡൊണാൾഡ് ട്രംപ്. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടത്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടല്ലേ? അങ്ങനെയാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി ബിസിനസ് ചെയ്ത് മില്യൺസ് ഉണ്ടാക്കിയിട്ടാണ് അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. എന്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്തുകൂടാ? ചേട്ടാ, ഇതൊക്കെ വല്ലതും നടക്കുവോ? താര പിൻ നമ്പർ പറയുന്നേ. 1432. 1432. ഓക്കെ താര. ചേട്ടനെ വിശ്വസിച്ചാ ഞാൻ ഈ കാശൊക്കെ തന്നേക്കുന്നത്. നമ്മളൊക്കെ മലയാളികളല്ലേ താര. മലയാളികളെ പറ്റിക്കോ? ഇല്ലായിരിക്കും. അപ്പൊ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ മറക്കരുത്. നാളെയോ നാളെ കഴിഞ്ഞിട്ടോ അക്കൗണ്ടിലെ ക്യാഷ് ക്രെഡിറ്റ് ആവേണ്ടതാണ്. ചിലപ്പോ ഒരു ദിവസം ഡിലേ ഉണ്ടാവും. സിസ്റ്റം അപ്ഡേഷൻ ഉണ്ടേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താര. താങ്ക് യു. ഓക്കെ. ഇന്ന് താരെ ഈ ഏരിയയിലേക്ക് ഞാൻ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകത.
ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കാർക്കും അറബിക്ക് അറിയില്ല, അറബിക്ക് അറിയാവുന്നവർക്കാർക്കും ഇംഗ്ലീഷും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഡിക്ഷണറി സെയില് ഇവിടെ പൊടിക്കും. താര, എന്റെ കൂടെ വർക്ക് ചെയ്ത പല ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടും അവരാരും ഞാൻ ഈ ഏരിയയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ടുഡേ ഇസ് യുവർ ഡേ. വിൽക്കും. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയിക്കോ. എവിടെ വിറ്റത് തന്നെ. Sir, good morning, sir. I'm Tara from Indus Group. We are selling English Arabic visual dictionary. Sir, please move. Please. Okay. ജസ്റ്റ് ഞാൻ കബീറിനെ ഇപ്പൊ കണ്ടിറങ്ങിയുള്ളൂ. GMA എല്ലാ ആളും ഓക്കെയാണ്, എല്ലാം സെറ്റ് ആക്കാം. good morning. Good morning. I'm Tara. Yes. Can I meet Mr. Kabir, the general manager? It's regarding ma'am. It's regarding a business promotion. Ma'am, do you have an appointment? Yes. Excuse me, sir. Yes. Good morning, sir. Good morning. Morning. Sir, I am Tara from Index Group. We are selling English Arabic visual dictionary. Sir, Sorry, I'm not interested. Sir, actually we are having a big offer sir today. Sorry. Sir, if you buy one... Please, you can go, please. Okay, sir. Sorry. Hi, Tara. You're okay? Hi, sir. Good? Good. All okay? Okay, sir. One second. Listen, this is my card. If you are free tomorrow or day after tomorrow, let's meet. Okay? Okay, sir. See you. താര, വെള്ളം കുടിക്ക്. എന്തായി? എത്ര എണ്ണം വിറ്റു? എന്റെ പൊന്നേടെ, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ താര, അങ്ങനെ പറയരുത്. ഞാൻ 3 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത ടീമാണ്, അറിയാലോ. താരയുടെയും കൂടി വിസ അടിച്ചാൽ ബഹ്റൈനിലെ ഓഫീസ്, ബഹ്റൈനിൽ ഞാൻ മാനേജർ, താരയ്ക്ക് അവിടെ ഒരു ഉഗ്രം പൊസിഷൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ കാലത്ത് ആരെങ്കിലും പുസ്തകം വായിക്കും തോന്നുന്നുണ്ടോ? അയ്യോ, അതെനിക്കറിയാം. താര ഗൂഗിളിന്റെ സമയത്ത് ആരാണ് പുസ്തകം വായിക്കുക? പക്ഷേ ആവശ്യമില്ലാത്ത സാധനത്തിന് ഒരു ആവശ്യമുണ്ടാക്കി വിൽക്കുന്നിടത്താണ് മാർക്കറ്റിംഗ് വിജയിക്കുന്നത്. എന്റെ പൊന്നേടാ, എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോവാ. താര നിക്ക്. താരയുടെ അവസാനത്തെ തീരുമാനമാണിത്? അതെ ഏട്ടാ. അങ്ങനെ പറയുന്നു. നാളെ രാവിലെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വന്ന് നമുക്ക് വീണ്ടും നോക്കാനുള്ളേ ഉള്ളൂ. താര ഇപ്പൊ ടയർഡാണ്. ഒന്നും പറയണ്ട, കിടന്നുറങ്ങ്. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി, ഉറങ്ങിയിട്ട് ആലോചിക്കും. രാവിലെ നമുക്ക് സംസാരിക്കാം. രാവിലെ ഫ്രഷ് ആയിട്ട് വരണം കേട്ടോ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ നിന്നാണ് കല്യാണത്തിന്റെ പ്രഷർ, വേറെ ജോലി നോക്കിയിട്ടാണ് കിട്ടുന്നുമില്ല. ഒരു ഡിഗ്രി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കി. അതിനിടെ കയ്യിലുണ്ടായിരുന്ന കാശുമായി അലക്സ് മുങ്ങി. ഫുഡ് കഴിക്കാൻ പോലും കാശില്ലായിരുന്നു. വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷെ എന്തോ എനിക്ക് പേടിയായിരുന്നു.
Good morning, sir. Good morning, Tara. Come in, please. Have a seat. Thank you, sir. How are things with you? Good, sir. Good? Good, yeah. Alhamdulillah. This is an old office of mine. And as you can see, nobody's working here. Oh, Tara, I like your attitude. So if you can come up with something good, I would really appreciate it. sir, but I don't have any money, sir. Yes, I know. But you don't need to worry. If you're interested, I can invest a small money. You think about it, and you put a plan, and we can meet on Tuesday. Sir, I'll let you know about it. Okay, great. Thank you, sir. Thank you you. very Bye. much. Ma salama. ഹലോ താര എവിടെയാ ഇന്ന് വരുന്നില്ലേ? ചേട്ടാ 6 മാസത്തിനായ എന്റെ കല്യാണമാ. അതിനൊരു പ്രീ മാരേജ് കോഴ്സ് ഉണ്ട്. അതിനുവേണ്ടി പള്ളിയിലോട്ട് വന്നോണ്ടിരിക്കുവാ. താര വരാതിരിക്കില്ലല്ലോ അല്ലേ? ചേട്ടാ ഞാൻ വിളിക്കാം. എന്താ താര ഇത്? എത്ര സമയമായി? സോറി കുറച്ചൊക്കെ നേരത്തെ ഇറങ്ങണ്ടേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് ഇനി എല്ലാവർക്കും എന്ത് പറയാൻ അല്ലേ? ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നുവോ അതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സ് ശാന്തമാക്കി സമാധാനത്തോടുകൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങളിൽ പലർക്കും പല പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം ഏറ്റുപറയേണ്ട ഒരു സമയമായിട്ട് ഇതിന് നമുക്ക് കാണാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും പരസ്പരം ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരിക്കെ. നമ്മളങ്ങോട്ടിരുന്നു ശരി. ഇപ്പോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നിങ്ങൾക്ക് യാതൊരു പരിചയവുമില്ല. നിങ്ങൾ പരസ്പരം തലയിൽ കൈവച്ചിട്ട് ചെയ്തുപോയ തെറ്റുകളും ചെയ്തുപോയ പാപങ്ങളും ഏറ്റുപറയണം. ജീവിതമാ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്റെ കുഴപ്പമല്ല, ആ കമ്പനി പൂട്ടിപ്പോയതാ. രക്ഷപ്പെടാനുള്ള അവസാനത്തെ മാർഗമായിരിക്കുന്നു. നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പൊ അതിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഞാൻ ചതിക്കില്ല. ആരുടെ പൈസ എന്നെങ്കിലും ഞാൻ തിരിച്ചു തരും. ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങൾ ആദ്യം ഇരുന്നത് പോലെ തന്നെ ഒന്ന് തിരിഞ്ഞിരിക്കാം. ചേട്ടാ ഞാൻ ആകെ കഷ്ടത്തില. ആകെ ഉണ്ടായിരുന്ന കാശാ ചേട്ടൻ്റെ കയ്യിൽ തന്നത്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോലും കാശില്ല. ഉള്ള ജോലിയും കൂടെ പോയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ? എല്ലാരും ഇരുന്നോളൂ, സമയം കളയണ്ട. സെക്യൂരിറ്റി ഭയങ്കര പ്രശ്നം. അല്ല ഇയാളെന്താ ഇവിടെ? എന്റെ പെട്ടിയും കിടക്കുകയാണ്. അമ്മയുടെ തെറിഞ്ഞോണ്ടിരിക്കുന്നത്. വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ബുക്ക് വിൽപ്പനൊക്കെ? ഓ ഞാൻ മടുത്ത്. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതിയായിരുന്നു. ഏയ് മാർക്കറ്റൊക്കെ ഡള്ളാന്നേ. ഇല്ല ശരി. എന്നാ കല്യാണം? ഒരു ഐഡിയ ഇല്ല. എന്റെ അടുത്ത മാസം ഉണ്ടാവും കേട്ടോ. നാട്ടിലുണ്ടേ വാ, നമുക്ക് വിളിക്കാം. ഓക്കെ.
അവര് പോയെന്ന് തോന്നുന്നു. വാ നമുക്ക് പോവാം. रूम का रंग किधर है भाई? रूम का रेंट आज नहीं है भाई, कल देगा. क्या करेगा तू? എന്റെ പെട്ടി നീ എടുത്ത് കളഞ്ഞില്ലേ? मेरा बैग तुम लोग बाहर फेंका. क्यों फेंका? വേഗം കയറൂ. നിനക്കൊരു ചിട്ടി പൈസ പോലും അടയ്ക്കാൻ പറ്റത്തില്ല, നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് അപ്പം ചോദിക്കുന്നത്. നീ കാണുന്ന അവരെ എന്നോടും കലിപ്പില്ല. എടി ഞാൻ നാളെ ഇട്ട് കൊടുക്കാം. വീട്ടിൽ നിന്നാണേ ഈ മാസം ചിട്ടി പൈസ ഇട്ട് കൊടുത്തിട്ടില്ല. പെങ്ങള സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയതാ. വേറെ ഒന്നും കൊണ്ടല്ല, പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എഞ്ചിനീയറിംഗ് വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്ത് പഠിക്കാനാ താല്പര്യം? അങ്ങനെയൊന്നുമില്ല, എന്തേലും സ്വന്തമായിട്ട് തുടങ്ങാനായിരുന്നു ആഗ്രഹം. എന്ത് തുടങ്ങാൻ? അതും അറിയില്ല. അപ്പൊ ഈ കെട്ടാമെന്ന് പയ്യനറിയില്ലോ? അതാണ് ഏറ്റവും വലിയ രസം. അവർക്ക് ആർക്കും അറിയില്ല, എന്റെ വീട്ടിലും അറിയില്ല. പറയണം, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നല്ല കാശാരാ, അമേരിക്കയിലുള്ളവരാ. ചിലപ്പോ പയ്യൻ നല്ലതായിരിക്കും. ചേട്ടൻ ആ പയ്യന്റെ മോന്ത കണ്ടിട്ടുണ്ടോ? ഇതേ നോക്കി. ഞാനന്ന് പള്ളി വെച്ച് കണ്ടതല്ലേ. ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാലത്ത് ഡിഗ്രി പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ട്, അലക്സ് താടിക്കാരൻ. അതാരാ? ഞാൻ തന്നെ. തരം ഒന്നെങ്കിൽ നമ്മളുണ്ടല്ലോ കോടീശ്വരന്റെ മുന്നോട്ടിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചക്കാരനോ. ഇതിനിടയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, രക്ഷപ്പെടത്തില്ല. ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ വല്ല ബിസിനസ് ഐഡിയ ഉണ്ടോ? ഐഡിയാസ് മാത്രമല്ലേ ഉള്ളൂ, പൈസ ഇല്ല. പൈസ ഒരു അറബി തരും. ഏതറബി? ചേട്ടൻ നാളെ എന്നോട് ഒരു സ്ഥലം വരെ വരാവോ? ഒരു അറബിയുണ്ട്, അയാൾ എന്നോട് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കാശും അയാൾ തരും. ഇതാണ് താര നമ്മൾ പറയാറ്, ചില ആളുകൾ ഒന്നിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. താരക്കൊരു അറബിയെ കയ്യിലെടുക്കാമെങ്കിൽ നമ്മളെ രക്ഷപ്പെട്ടു, ഭാഗ്യം നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ് സർ. Come in. Hi. Good morning. Good morning. Good morning, sir. Good morning. Sir, this is my friend Alex. Are you from same place? Yes, sir. Yes, sir. Yes. Kerala. Ah, great. I have visited Kerala 10 years ago. Oh, Okay. Wayanad? No, sir. It's not Wayanad. It's Wayanad. Yeah. Wayanad. Yeah. Very beautiful place. Yes. Yes, Tara, tell me. Sir, Alex will explain it to you. Sir, actually, I'm a marketing person. Lot of experience, sir. Sir, according to my opinion, I want to start a network marketing company. Too much profit, sir. 100% sure. What do you mean? I didn't get you. Sir, nowadays, network marketing is very good business. Sir, you know Donald Trump? How he become rich? He also got lot of money from network marketing. Then he become American president. Not Donald Trump. It's Donald Trump. Yes, sir. My mistake. Yeah. No, Tara, listen. I have lots of issues here. And is why I'm planning to have a business so that I can have steady income. Sir, let's start a cafe. Yeah. Cafe? Yes, sir. So, let's consider this area. There are around 6 cafes in this 3 kilometers radius. But all of them has really bad reviews. And people here doesn't have a place to hang out. So, if we start a cafe with good food, good ambience and good service, I think it will be a great success. Mr. Alex, what is your opinion? Yeah, great idea, sir. Great idea. Are you guys confident about Yes, it? sir. Yes. Yes, sir. Yes. You can keep my passport, sir. You can keep our passport, sir. No, we believe in God. No need. No, No sir. need. It's You okay. have to keep. Okay. Let's go ahead. കനവുമിനാരം ഉയരുകയാണോ കാത്തൊരു നേരം കൂടെ വരും
വെണ്ണക്കൽ മുറ്റത്ത് ചേക്കേറാൻ ചില്ലക്കാലം തന്നതാരോ ഇല്ലിപ്പൂങ്കൂടിനോരത്ത് തീവേന ചുടത്ത് ചങ്ങാതിത്തന്നൽ പോലെ വന്നെത്തുന്നതാരാണോ കനവുമിനാരം ഉയരുകയാണോ കാത്തൊരു നേരം കൂടെ വരുന്നു ചേരുന്നേ പുലരി വെൺചായങ്ങൾ തന്നിവിടെ നെഞ്ചം മെല്ലെ പാടുന്നേ രാവോരം കാണും കുഞ്ഞോമൽ ചന്താരകയായി മോഹം ഉള്ളിൽ മിന്നുന്നേ ചുണ്ടിൽ ചേരുന്നതല്ലേ നീലാപ്പുഞ്ചിരി നീലാമ്പൽ പെൺപൂവോ തിളങ്ങും മാഞ്ഞുപതുക്കെ വന്നേ വെയിലിങ്കുളം നിറവാണേ കനവുമിനാരം ഉയരുകയാണോ കാത്തൊരു നേരം കൂടെ വരുന്നു What happened? Call your Arbab. Check bounced. Call him. Switched off? Yes. Tell your Arbab to pay the rent, okay? ഒരുപാട് പ്രതീക്ഷകളുമായി ഞങ്ങൾ തുടങ്ങാനിരുന്ന കഫേ ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ അറബാബ് കൊടുത്ത ചെക്ക് ബൗൺസ് ആയതുകൊണ്ട് ബിൽഡിങ്ങിന്റെ ആള് വന്ന് കഫേ പൂട്ടി. എന്താ സംഭവിച്ചതെന്നറിയാൻ ഞാനും അലക്സും ചേർന്ന് അറബാബിന്റെ വീട്ടിൽ പോയി. कितना है भाई? 40. कितना? 40. ഇതാണോ? Where is Arbab? Outside. ഔട്ട്സൈഡോ? You driving? എന്താ? വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. Yes, yes. I drive. Sarah. അവരുടെ പെരുമാറ്റത്തിൽ അവർക്കെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. അറബാവിനെ കാണാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളും അവരുടെ കൂടെ കൂടി. പണിയായി എന്നാ തോന്നണേ. എന്നെ പറ്റി
അർബാബിനെ അറിയുന്ന ആളുകളാ. പക്ഷെ ആ പിള്ളേരെ ഏറ്റെടുക്കാൻ പോലും റെഡിയല്ല അവര്. What happened? Arbab is missing. Last week he traveled. Where are we going? I don't know. ഒന്നും മുന്നുണ്ടോ? എന്റെ പുറകെ വാ. ഇങ്ങോട്ട് പോന്നേ. എന്നാ അവരോടും കുടിക്കോ. ഇവരെവിടെ ആക്കിട്ട് പോവാണോ? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടെ വാ. Why did they send you out? My papa not paid the rent. എന്താ പറ്റി? വണ്ടി കയറ്. Get in fast. എനിക്കറിയാമല്ലോ. ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. അർബാബിനെ കാണാനില്ലെന്നും അവരുടെ വീടിന്റെ വാടക കൊടുക്കാത്തോണ്ടാണ് അവരെ ഇറക്കിവിട്ടതെന്നും മനസ്സിലായി. ഇവർക്ക് ചെന്ന് നിൽക്കാനും വേറെ സ്ഥലമില്ലായിരുന്നു. അലക്സാനെ ഇവരിട്ടിട്ട് പോവാനുള്ള പ്ലാനിലും. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇവരെ കൊണ്ടുചെന്ന് നിർത്തുന്നത് അത്ര പോസിബിൾ അല്ല. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങളന്ന് അവിടെ തന്നെ നിന്നു. Ella, huh? Where is he? I don't know. Okay. ഹലോ അലക്സേ, എന്റെ പേര് ഇക്ബാൽ എന്നാ. അർബാബിനെ അറിയുന്ന ആളാ. ആ ഇക്ക, അർബാബ് ഇപ്പൊ ഇവിടുണ്ട്? അറിയില്ല, 2 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഒരു ചെക്ക് തന്നായിരുന്നേ, അത് ബൗൺസായി. പേടിക്കണ്ട, അർബാബ് വരുമ്പോ ശരിയായിക്കോളും. അലക്സ കുട്ടികളുടെ അടുത്ത് തിരിച്ചു. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടേ. അലക്സേ, അവരാകെ പേടിച്ചിരിക്കുക. ഒന്ന് സഹായിക്കൂ, വേറെ ആരുമില്ല. എന്നൊരു കാര്യം ചെയ്യിക്കെന്നാ പോ. എനിക്ക് പോവാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ അലക്സിനെ വിളിക്കേണ്ട കാര്യമുണ്ട്. ഒറ്റ ദിവസമൊന്ന് അവരെ സഹായിക്ക്, വേറെ ആരുമില്ല അവർക്ക്. നാളെ എന്തായാലും അർബാബിനെ വിളിച്ചാൽ കിട്ടും. അതുവരെ ഒന്ന്. എനിക്ക് പറ്റില്ലിക്ക, എന്റെ കല്യാണം വരാൻ പോന്നെ. എനിക്ക് എന്റെ പുറകെ തൂങ്ങാനൊന്നും വയ്യ.
അലക്സിന്റെ കല്യാണ നാട്ടിൽ വെച്ചല്ലേ? നാട്ടിൽ പോണെങ്കിൽ പാസ്പോർട്ട് വേണ്ടേ? പാസ്പോർട്ട് വേണമെങ്കിൽ അലക്സ് ഒന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലും. അലക്സിന്റെയും താരയുടെയും പാസ്പോർട്ട് എന്റെ കയ്യിൽ തന്നിട്ടാ അർബാബ് പോയത്. പറ്റുമെങ്കിൽ ഒന്ന് അവരുടെ അടുത്തോട്ട് ചെല്ല്. അല്ല, ആരാ ഈ ബാല്? അറിയത്തില്ല. ഈ ചേച്ചിനെ വിളിച്ചായിരുന്നു. അറബിയിൽ എന്തൊക്കെയോ സംസാരിച്ചു. എന്നിട്ട് എന്റെ ഫോൺ തന്നു. മലയാളിയാണ്. അലക്സിന്റെ നമ്പർ ചോദിച്ചായിരുന്നു. എന്നിട്ട് ഈ നമ്പർ കൊടുത്തല്ലേ? എന്റെ താര, നീ വിചാരിക്കുന്ന പോലെ അല്ലേ ലോകം. ഇത് വേറൊരു രാജ്യമാണ്. എന്റെ പാസ്പോർട്ട് അയടയില്ല, നിന്റെ പാസ്പോർട്ട്. യോ, നമ്മളിപ്പോ എന്നാ ചെയ്യും? എന്ത് ചെയ്യാനാ? നീ നിന്നോണ്ടിരിക്കും. ഹലോ ഇക്ക, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ എവിടെ കൊണ്ടുവിടണ്ടേ? ഇന്നൊന്ന് അവരെ കൂടെ നിൽക്ക്. എവിടെ? ഈ കാട്ടിലോ? അലക്സേ, ഒരു ദിവസം ഒന്ന് അവരെ കൂടെ നിൽക്ക്. നാളെ എങ്ങനെയെങ്കിലും ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം. Hello, Arbab. Hello, Alex. Where are you? Where are my kids? Here, Arbab. 1 second. Tara, Arbab, എന്നാ ഇവരോട് സംസാരിക്കണം. Hello, Arabab. What happened? Listen, Tara. I have a small problem. I will solve it fast and come back soon. Please, please take care of my kids, okay? Okay? Breathing problem. ഹലോ ഇക്ക, അർബാബ് ഇപ്പൊ വിളിച്ചായിരുന്നു. എന്നെയും വിളിച്ചു. എനിക്ക് അലക്സിന്റെ ഒരു സഹായം വേണം. ഞാനൊരു അഡ്രസ് തരാം. അവിടെ എത്തിയിട്ട് ഗോപിനാഥ് എന്നൊരാളെ കാണണം. എന്നിട്ട് അവിടെ നിന്നൊന്ന് വിളിക്കാവോ? ശരി ഇക്ക, ഓക്കെ. ഇക്ക, പിന്നെ ഇതിലൊരു കുട്ടിക്ക് കുറച്ചു മുമ്പ് ശ്വാസം മുട്ടൽ പോലെ എന്തോ ഉണ്ടായി. ആ കൊച്ചിന് അങ്ങനെ ഒരു അസുഖം ഉള്ളതാ. ഒരു ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. എന്തായാലും പെട്ടെന്ന് അലക്സ് ഒന്ന് ചെല്ല്. ശരി ഇക്ക. എന്തൊരു കുരിശാണ് ദൈവമേ. ഏത് നേരത്താണ് ഈ സാധനത്തിനൊക്കെ കൂട്ടാൻ? പണ്ടര നാട്ടിൽ പോകാനും പറ്റത്തില്ല, കല്യാണമാണ്, പാസ്പോർട്ടും ഇല്ല. എനിക്കറിയത്തില്ല എന്ത് പണ്ടാരമാണ്. അതെ, സാധനങ്ങളൊക്കെ തീർന്നു. എന്തെങ്കിലും വഴിയുണ്ടോ വാങ്ങിക്കാൻ? ഇനി അതും കൂടെ ഞാൻ ചെയ്യാം. ഇയാളെന്തിനാ എന്നെ പ്രതീക്ഷിക്കണം? യെസ്,
സാർ, ഞാൻ അലക്സ്. ഇക്ബാലിക്ക പറഞ്ഞിട്ട് വന്നാണേ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. യെസ്, പറയൂ. ആ ഇക്ക, ഞാനിവിടെ എത്തിയിട്ടുണ്ടേ. ഒന്ന് ഫോൺ കൊടുക്കാവോ? ഓക്കെ അക്ക, കൊടുക്കാം. ഹലോ. ആ ഗോപി സാറേ, ഞാൻ ഇക്ബാലാ. ഞാൻ ഒത്തിരി വിളിച്ചായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇക്ബാൽ. സാറേ, അറബാബ് എന്നെ വിളിച്ചായിരുന്നു. അറബാബിന്റെ വിസ സാറ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. അറബാബ് വിളിച്ചിട്ട് സാറിനെ കിട്ടുന്നില്ലെന്നും പറഞ്ഞു. അയ്യോ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. സാറേ, അറബാബിന്റെ കുട്ടിക്ക് ഇപ്പോഴും ആ അസുഖമുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് അറബാബ് പറയുന്നു. അതിന്റെ എന്തോ കാര്യത്തിന് അറബാബ് പോയത്. വിസ ക്യാൻസൽ ആയത് കാരണം ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. ഇക്ബാൽ, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല. ഗോപി സാറേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം. സാറിന് എന്റെ അവസ്ഥ അറിയാലോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇക്ബാൽ പേടിക്കണ്ട, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളാം. ശരി സാർ. ഹലോ സാർ. ആരോട് ചോദിച്ചിട്ടാ ഈ അർബാബിന്റെ വിസ ക്യാൻസൽ ചെയ്തത്? സാർ, അത് പിന്നെ സാറ് ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇതുപോലെയാണോ ഇതുപോലത്തെ ഒരു നല്ല മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത്? ആ മനുഷ്യന് ഒരുപാട് കാശ് അവിടുന്ന് ഇവിടുന്ന് കിട്ടാനുണ്ട്. ഈ സമയത്ത് നിങ്ങൾ അയാളുടെ വിസ ക്യാൻസൽ ചെയ്ത് അയാൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ വിളിക്കുക. അപ്പൊ അർബാബ് വലിയ സംഭവമാണല്ലേ? വലിയ സംഭവമൊന്നല്ല, ആൾ നല്ലൊരു മനുഷ്യനാണ്. എത്ര പേരെയാ പുള്ളി രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കൂടെ കൂട്ടുന്ന ആളെയൊക്കെ പുള്ളി രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. അല്ല, അലക്സിന് എങ്ങനെയാ പുള്ളിയെ പരിചയം? അല്ല, അർബാബ് എന്നെയും കൂടെ കൂട്ടിയിട്ടുണ്ടേ, ചെറിയൊരു ബിസിനസ്. എങ്കിൽ അലക്സ് രക്ഷപ്പെട്ടു. വിസയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഹായ് സാറാ. ഹായ്. ഇതെന്നാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അല്ല, ഈ അർബാബിനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നേ, ആള് നല്ലൊരു മനുഷ്യനാണ്. അർബാബ് കൂടെ കൂട്ടിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അല്ല താര, ഇപ്പം നമ്മളല്ലാതെ ആരവരെ കെയർ ചെയ്യാനുള്ളത് ഈ സമയത്ത്? അതുകൊണ്ട് നമുക്ക് മാക്സിമം അവരെ കെയർ ചെയ്യണം. ഹലോ ഇക്ക. അലക്സേ, കുറച്ചു ദിവസം കൂടെ ഒന്ന് അവരോട് നിൽക്കാവോ? അത് കുഴപ്പമില്ലക്ക. ഇനി അർബാബ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ അവർക്ക് താമസിക്കാനൊരിടം നോക്കണുണ്ട്. 2 ദിവസത്തിനത് ശരിയാവും. അതോർത്തിക്ക പേടിക്കണ്ടിക്ക. ചെലവിന് കാശൊക്കെ ഉണ്ടോ കയ്യില്? ആരുടെ കൈ കാശൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് കുറച്ച് കാശുണ്ട്. ശരി അക്ക, ശരി, ഓക്കെ. നീല നീല നീൽമിഴി താരമായതെന്തേ, നോവു നെഞ്ചമാദ്യമായി പാടുവാനിതെന്തേ, കണ്ണാടിക്കൂട്ടായി മാറാൻ ഇളവയിലണയുമേ പുലരിതൻ ചിരിയുമായി, ഓമൽ ചുണ്ടത്തേകം നറുതേൻ മണികൾ അലിവെഴും മധുരമായി, സ്നേഹം വിരിയും ആഴിത്തിരയിൽ ചാഞ്ചാടി നീരാട്, മോഹം നിറവിൻ ചായം പകരും നിമിഷമിതിലൊഴുകാം. നീല നീല നീൽമിഴി താരമായതെന്തേ, നോവു നെഞ്ചമാദ്യമായി പാടുവാനിതെന്തേ. വാതിലിൻ ചാരയായി നമ്മളെ കാണുവാൻ ഓടിവന്നു നില ശരറാന്തലിൻ തിരിനീട്ടവേ, തെളിയുമിരവു മനം സൂര്യനു
ഉണരണ പകലുപോൽ പാതിരാ അകലെ കണ്ണെത്താ ദൂരെ തേടുന്നില്ലേ അകമേ മായാതില്ലേ കനലുപോൽ മിന്നുമോർമകൾ നീല നീല നീലമിഴി താരമായതെന്തേ കണ്ണാടിക്കൂട്ടായി മാറാൻ ഇളവയിലണയുമേ പുലരിതൻ ചിരിയുമായി ഓമൽ ചുണ്ടത്തേകാം നറുതേ മണികൾ അലിവെഴും മധുരമായി സ്നേഹം വിരിയും ആഴിത്തിരയിൽ ചാഞ്ചാടി നീരാട് മോഹം നിറവിൻ ചായം പകരും നിമിഷമിതിലൊഴുക ഇതളേല നീല നീൽമിഴി താരമായതെന്തേ നോകുലഞ്ചമാദ്യമായി പാടുവാനിതെന്തേ. എന്റെ പൊന്ന് താര, എനിക്കിനി റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റില്ല, ബുക്കും പേപ്പറും ഇല്ല. എങ്ങാനും പോലീസ് പിടിച്ചാണ്ടല്ലോ ഞാനകത്താവും. അല്ല, ഇയാള് എന്നാ കാര്യത്തിനും പാസ്പോർട്ട് കൊണ്ട് അർബാബിനെ കൊടുത്തത്? ഞാനൊരു വിശ്വാസത്തിന്റെ പുറത്ത് കൊടുത്തതല്ലേ. എനിക്ക് ഉറപ്പായിരുന്നു അറബാബ് തിരിച്ചു വരുമെന്ന്. അപ്പൊ താനല്ലേ അവിടെ കിടന്ന് കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേ. താര, എന്റെ അടുത്ത് 5ന്റെ പൈസ ഇല്ല. എന്തെങ്കിലും വഴിയുണ്ടോ? ശരി, ഞാൻ തന്ന 2000 ഇങ്ങതാ. അതിനത് കമ്പനി കൊടുത്തതല്ലേ. ബിസിനസ് ആവുമ്പോ ലാഭനഷ്ടമൊക്കെ ഉണ്ടാവും. ചേട്ടനെ വിശ്വസിച്ചല്ലേ കാശൊക്കെ തന്നെ. ഓഹോ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിനക്കൊക്കെ തിന്നാൻ വേണ്ടി എത്ര രൂപ ഞാൻ ചെലവാക്കിയത്? ഞാൻ പറഞ്ഞോ ചെലവാക്കാൻ വേണ്ടി? ചേട്ടനല്ലേ താരയുടെ കാശില്ല എന്റെ കാശുണ്ടെന്ന് ഇക്ബാലിക്കിനോട് പറഞ്ഞേ. താര, അതൊക്കെ എപ്പോഴേ തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കുട്ടിയുടെ ഓക്സിജൻ സിലിണ്ടർ വരെ തീർന്നിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ? ഇയാൾ എവിടെ പോവാ? ഹലോ ഹലോ താര, എന്തുണ്ട് വിശേഷം? കുഴപ്പമില്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചേട്ടാ, ചേട്ടന്റെ കയ്യില് കുറച്ച് കാശ് എടുക്കാനുണ്ടോ? ഞാനൊരു 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു തരാം. അയ്യോ താര, ഞാൻ പഴയ ബുക്ക് വിൽപ്പനയൊക്കെ നിർത്തി. ഇപ്പൊ ഒരു റിസോർട്ട് ജോലിക്ക് കയറിയില്ല. കയ്യില് അത്രയ്ക്ക് പൈസ ഒന്നും ഇരിപ്പില്ല. ചേട്ടാ, ഫുഡ് കഴിക്കാനുള്ള കാശ് മതി. ഫുഡ് കഴിച്ചില്ലേ? ആദ്യമായിട്ടാ ലൈഫിൽ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ കുറച്ച് ദൂരെയാ. എങ്ങനെ ഇവിടെ വരാൻ പറ്റും? ചേട്ടാ, വണ്ടിയുണ്ട്, എവിടെയാണേലും വരാം. എന്നാ ഞാൻ ഒരു ലൊക്കേഷൻ അയക്കട്ടെ. ഒന്നും മേടിക്കണം, ഇങ്ങോട്ട് പോരെ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ദൈവത്തിനറിയാം. തീരുമാനമായി. ഹലോ ഹലോ, അതെ, ഞങ്ങൾ ഈ വരുന്ന വഴിയിൽ വണ്ടി ഒന്ന് താന്നുപോയി. ഒരു 3 കിലോമീറ്റർ കാണിക്കുന്നേ. 3 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? ഒന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യോ? ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ചെയ്തേക്കാം ചേട്ടാ. ഹലോ താര. ഹലോ, ഹായ്.
പട്ടി കുട്ടി ഇതൊക്കെ എന്താ സംഭവം? ചേട്ടാ ഒന്നും പറയണ്ട, അന്ന് ഞാൻ ജോലി വിട്ടില്ലേ, അത് കഴിഞ്ഞ് ഹലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അലക്സേ, അർബാബിന് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗോപി സാർ അത് ശരിയാക്കുമെന്നും തോന്നുന്നില്ല. അർബാബിന്റെ പേരിൽ ഗോപി സാർ എന്താ കേസ് കൊടുത്ത് ബാൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാ. വിസയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഹലോ സാർ. അങ്ങനെ വിസ ക്യാൻസൽ ചെയ്തതല്ലേ? അതെ സാർ. അത് ബാൻ ചെയ്തല്ലോ. സാർ പറഞ്ഞതുപോലെ വിസ ക്യാൻസലും ചെയ്തു, ബാനും ആക്കി. ആ നേരം വേറെ ഒരാളുണ്ടായിരുന്നു ഇവിടെ, അതാ അങ്ങനെ പറഞ്ഞേ. ആ കുട്ടികളെ ഒന്ന് അവരുടെ നാട്ടിലേക്ക് കയറ്റിവിടാനാ അറബാവ് പറയുന്നത്. ഞാനെന്തായാലും കുട്ടികൾക്കും ആ സ്ത്രീക്കും അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകം അവർക്ക് പോകാൻ പറ്റും. അത് ഞാൻ പോയി ചെന്ന് ശരിയാക്കാം. ഇത്രേ ഉള്ളൂ, ഇതിപ്പോ ശരിയാക്കാം. നമ്മുടെ ഗസ്റ്റ് ആയിട്ട് കുറച്ച് റൈഡേഴ്സ് വന്നിട്ടുണ്ട്, അവന്മാരെ വിളിച്ച് അവന്മാര് പോകുന്ന ശരിയാക്കി തരും. സിമ്പിൾ ആയിട്ട് പോക്കാന്നുള്ളൂ. ഈ മരുവനമാകവേ ഉരുകും വിധിയുടെ വേനലിൽ കാൽ ചുവടുകളൊന്നി വരികയായി യാത്രികർ. ഇനി വരും നാളുകൾ അറിയാകൗതുകം ഇഴനേർത്ത മഞ്ഞുപോൽ നിമിഷങ്ങൾ മായുമോ അകലെ പറയാതെ പോകയാണോ ഈ മരുവനമാകവേ ഉരുകും വിധിയുടെ വേനലിൽ കാൽച്ചുവടുകളൂന്നി വരികയായി യാത്രികർ. പുലരികൾ കുഞ്ഞു വിരലുമായി വന്നു കുസൃതികളോടെ കൺതലോടിയോ ചിരിവയിൽ തെല്ലുമണലിലായി വീണു പവിഴമായി മാറിയോ പകലോടി മായേ കനലോർമയാലേ സ്വയമന്തരംഗം ഒരു നോവറിഞ്ഞോ അതു മറന്നിരാ പിന്നെയും മിന്നുന്നു മനമുയരേ ഈ മരുവനമാകവേ ഉയരും വിധിയുടെ വേനലിൽ കാൽച്ചുവടുകളൊന്നേ വരികയായി യാത്രികർ. ഇനി വരും നാളുകൾ
അറിയാത്തോരുകം ഇഴനേർത്ത മഞ്ഞുപോ നിമിഷങ്ങൾ മായുമോ അകലെ പറയാതെ പോകയാണോ ഈ മരുവനമാകവേ ഒരുകും വിധിയുടെ വേനലിൽ കാൽച്ചുവടുകളൊന്നിയെ വരികയായി യാത്രികർ. Hi, good morning, sir. Good morning. What's going on here? Whose vehicle is this? They're Prem's friends. This is not friends. This is business I'm running here. Where's Prem? He's there, sir. Yes. Prem! Prem! Good morning, sir. Good morning. What's going on here? No, just a few friends, sir. They are here for one day. They're going. I don't want to hear anything. This is my property. These should some better. Sir, just mind your business or you'll lose your job. Get him out, Prem. Tara. താര എല്ലാം ശരിയാവും കേട്ടാ. ഹലോ ഇക്ക, നിങ്ങളിപ്പോ എവിടെയാ? നമ്മളിപ്പോഴും വണ്ടിയിൽ തന്നെയാണ് ഇക്ക. അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നാളെ അവരെ കയറ്റി വിടണം. അവരെങ്ങനെയൊക്കെ പോകുന്നേ? എംബസി വഴിയാ എല്ലാം ചെയ്യുന്നത്. കുട്ടികളെ ഏൽപ്പിക്കേണ്ട ആളുടെ ഡീറ്റെയിൽസ് ഞാൻ അയക്കാം. അവരുടെ കയ്യിൽ ഏൽപ്പിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇക്ക അതിനുശേഷം അവരെ ഓർഫനേജിലാക്കുമായിരിക്കുമല്ലേ? അറിയില്ല, അവരുടെ നാട്ടിലെ അതിന് ഓർഫനേജിലേക്ക് മാറ്റുമായിരിക്കും. ശരിക്കും കുട്ടികൾ അർബാബിന്റെ ആരാണ്? അർബാബ് ഇവിടെ നിന്ന് എടുത്തു വളർത്തുന്നതാ. വേറെ ഏതോ രാജ്യക്കാരാ. നമുക്ക് ഒരു വഴിയൊന്നും ഇല്ലല്ലേക്കാ. ഒരേ ഒരു വഴിയുണ്ടായിരുന്നതാ ഗോപി സാറാ. അയാള് വിചാരിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അലക്സേ, നിങ്ങളുടെ പാസ്പോർട്ട് ആ സ്ത്രീയോട് ചോദിച്ചാൽ മതി, കുട്ടികളുടെ ബാഗിലുണ്ടാവും. കുക്കി എന്ത് ചെയ്യണക്കാ? അറിയില്ല, ഇഷ്ടത്തോടെ നോക്കുന്ന ആർക്കെങ്കിലും കൊടുത്തേര്. വഴിയിലാക്കിയിട്ട് പോവില്ലേ. പിന്നെ വണ്ടി അതെവിടെയും പാർക്ക് ചെയ്തിട്ടേ പോവാവൂ. ശരിക്കാ. ആ കുട്ടികളോടും സ്ത്രീയോടും പോകുന്ന കാര്യം പറയണം. ആ കുട്ടിക്ക് അസുഖമുള്ളതാ. സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ശരിക്കാ. ഇനി നിങ്ങളെന്താ പരിപാടി? അറിയില്ലക്കാ. ശരി. ഇക്ക വിളിച്ചായിരുന്നു. എന്നാ പറഞ്ഞ? ഇവരെ കയറ്റിവിടെ. കുക്കീനെ എന്ത്? അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അവരോട് സംസാരിക്കാം.
അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അറബാബ് ഈ രാജ്യക്കാരനല്ലെന്നും ഇനി അറബാബിന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ലെന്നും. ഇനി ഇവർക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേറെ വഴിയില്ല. ഇത് അവരോട് പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. No home. No family. Where I go? അർബാബിന്റെ വിസ 1-2 ദിവസത്തിനുള്ളിൽ ശരിയാക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതന്വേഷിക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സാറേ നിങ്ങൾ നമ്മൾ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. സാറിന് ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? തനി എന്റെ അർബാബിനെ എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞേ? സാറേ ഞാനെന്നാ ബിസിനസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെ, ഈ നാടത്ര ശരിയല്ല. ഇതിന്റെ പിറകെ നടന്നല്ലേ തനിക്കും പണി കിട്ടും. തന്റെ അർബാബ് കുട്ടിയെ മാത്രമല്ല പലരെയും സഹായിക്കും. ഒടുവിൽ പെടുന്നതേ ഞാനും എന്റെ കമ്പനിയാണ്. കുട്ടികളുടെ വിസ എന്റെ പേരില്ല. സാറിനെ ഇതുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടില്ല സാറേ. ഒരു മിനിറ്റ് സാറേ പ്ലീസ്. ഞങ്ങളുടെ അവസാന ശ്രമവും അങ്ങനെ ഇല്ലാതായി. പിന്നീട് അച്ഛന് ബന്ധങ്ങളെക്കാൾ വലുത് പണമായിരുന്നു. ആ കുട്ടികളെ അറബാബ് എടുത്തു വളർത്തിയതായിരുന്നു. 2 രാജ്യക്കാരാണ്. അവരെ നോക്കാൻ നിന്നതാണ് ആ സ്ത്രീ. അവരും വേറെ രാജ്യക്കാരിയായിരുന്നു. പിന്നീട് അച്ഛൻ കാരണം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബം പല രാജ്യത്തേക്ക് പോകേണ്ട അവസ്ഥയായി. കുറച്ച് ദിവസമേ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആ കുട്ടികളെ പിരിയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. വിനയുടെ അച്ഛൻ കാരണം ഒരുപാട് പേരുടെ ജീവിതമാണ് കഷ്ടത്തിലായത്. മുകിലിൽ മറയും മഴവില്ലായി നാമിത ദൂരെ ദൂരെ പലതായി പിരിയെ പിടയുന്നില്ലേ നിന്നകം നെഞ്ചേ നെഞ്ചേ ഒരു വഴിയെ ഒഴുകുമൊരേ നീരുപോലെ ജീവിതം ചിതറുകയായി ചാലുകളായി മാറുന്നെങ്ങെങ്ങോ സമയമിതിൻ മറുകരയിൽ ഒന്നായി നമുക്ക് പോകാൻ ചുരങ്ങൾ ഇനി വരുമോ വിട പറയും മിന്നൽ കിനാക്കളെ ഏതേതോ തീരങ്ങൾ ഏതേതോ ഇടങ്ങൾ ഓരോരോ കൂട്ടിൽ ചേക്കേറി ഏതേതോ കോണിൽ നമ്മൾ മുകിലിൽ മറയും മഴവില്ലായി നാമിത ദൂരെ ദൂരെ
കണ്ണീരായി മാറും ഉള്ളാലെ വിങ്ങുമോർമ്മകൾ സ്നേഹത്തിൻ കാലം മഞ്ഞായി മാഞ്ഞേ താനേരുന്ന നേരത്ത് ചാരി വരുന്ന കാറ്റിൽ കേട്ടേ പോയി പോയ നാളിൻ മോഹപ്പാട്ടിൻ ഈണം വീതിമെനയും ചെരുവുകളിൽ ഒന്നായി അലിഞ്ഞു ചേരാൻ നമുക്കു ഗതി വരുമോ കരകവിയും ഓമൽ മനങ്ങളെ ഏതേതോ തീരങ്ങൾ ഏതേതോ ഇടങ്ങൾ ഓരോരോ കൂട്ടിൽ ചേക്കേറി ഏതേതോ കോണിൽ നമ്മൾ മുകിലിൽ മറയും മഴവില്ലായി നാമിത ദൂരെ ദൂരെ ഒരു വഴിയേ ഒഴുകുമൊരി നീരുപോലെ ജീവിതം ചിതറുകയായി ചാലുകളായി മാറുന്നെങ്ങെങ്ങോ സമയമിതിൻ മറുകരയിൽ ഒന്നായി നമുക്ക് പോകാൻ ചുരങ്ങൾ ഇനി വരുമോ വിട പറയും മിന്നൽ കിനാക്കളെ ഏതേതോ തീരങ്ങൾ ഏതേതോ ഇടങ്ങൾ ഓരോരോ കൂട്ടിൽ ചേക്കേറി ഏതേതോ കോണിൽ നമ്മൾ മുകിലിൽ മറയും മഴവില്ലായി നാമിതാ ദൂരെ ദൂരെ ആടി പറ. നീ ബിസിയാണോ? പറയടി. നീ ആ പെണ്ണിനെ വിളിക്കാൻ നിക്കണ്ട കേട്ടോ. ഏത് പെണ്ണിനെ? ബെറ്റി. നീ ആയിട്ട് കല്യാണം ഉറപ്പിച്ചില്ലേ? ഞാൻ അവളെയും വിളിക്കാറില്ല. അവരപ്പനെ വിളിച്ചിട്ടുണ്ടായി. അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ടടാ, നമുക്ക് വേറെ പെണ്ണിനെ കിട്ടും. ശരിടി, ഞാൻ പിന്നെ വിളിക്കാം. താര, പാസ്പോർട്ട്. ഇനി എങ്ങോട്ടാ? നാട്ടിൽ പോകാൻ പറ്റും തോന്നുന്നില്ല. വേറെ ജോലി നോക്കണം. അപ്പൊ കല്യാണോ? അതവരൊഴിവായി. അടുത്ത മാസം 18-ാം തീയതി എന്റെ കല്യാണമാണ്. അപ്പൊ ശരി.
എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നു. പക്ഷെ എല്ലാം അവിടെ തുടങ്ങുകയായിരുന്നു. സാറയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അലക്സിനൊരു കോൾ വന്നു. ഇവിടെ തന്നെ, ഇവിടെ ഒരാളെ കൊണ്ടുപോകാനോ? ഒറ്റ മിനിറ്റ്. ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? Now she's okay. But we need an urgent surgery. So please arrange the payment. Okay, we'll arrange. Don't worry. We will do our best. Okay? Thank you. Okay. ഇതാണ് മറ്റേ ഗോപിനാഥ്, നമ്മുടെ അർബാബിന്റെ വിസ ക്യാൻസൽ ചെയ്ത ആളാണ്. സോനിത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? സാർ എന്തിനാണ് അർബാബിന്റെ വിസ ക്യാൻസൽ ആക്കിയത്? സാറ് കാരണം എത്ര പേരുടെ ലൈഫ് അന്നേരം കഷ്ടത്തിലായത്. സാറിന്റെ കൊച്ചുമോളുടെ പ്രായമുള്ള കുട്ടിയാ അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ. സിസ്റ്റർ, എന്റെ കൂടെ വന്ന ആളെന്ന് വിളിക്കാം. ഓക്കെ. സാറിനെ വിളിച്ചിരുന്നോ? ഇക്ബാലിനെ ഒന്ന് വിളിക്കണം. ഓക്കെ സാർ. ഇക്ബാൽ, ഞാൻ ഗോപിനാഥാണ്. നമ്മുടെ അർബാബിനെ ഞാൻ 2 ദിവസം കൊണ്ട് ഇവിടെ എത്തിക്കും. അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ പിയോറുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കുട്ടിയുടെ കാര്യം, അതിന് എത്ര എക്സ്പെൻസ് ആണെങ്കിലും ഇക്ബാൽ അത് പ്രോസസ് ചെയ്യണം. അതിനുള്ള പേയ്മെന്റ് ഞാൻ അക്കൗണ്ടിലിടാം. ഒത്തിരി നന്ദിയുണ്ട് സാർ. വിനയുടെ അച്ഛൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സാറയുടെ ഓപ്പറേഷൻ നടന്നു. പിന്നെ
അറബാവിനെ 2 ദിവസം കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അപ്പ ഞാൻ അർബാബിനെ കണ്ടു. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഐ ആം റിയലി സോറി അപ്പ.
വിനയ്. നമസ്കാരം. അറിയാം, കുഞ്ഞിലെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അച്ഛൻ സുഖായിരിക്കുന്നോ? സുഖായിരിക്കും. അല്ല, അച്ഛനെങ്ങനെ അറിയാം? ഞങ്ങള് 10-25 വർഷത്തെ പരിചയക്കാരാ. പരിചയക്കാരല്ല, കുടുംബം പോലായിരുന്നു. ഞാനന്ന് കമ്പനിയുടെ ഡ്രൈവറാ. പിന്നെ അർബാബിന്റെ ഡ്രൈവറായി. അർബാബ് അച്ഛന്റെ കമ്പനിയിലെ പാർട്ണറായിരുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റില് അർബാബിന്റെ ഭാര്യയും മക്കളും പോയി. അർബാബിനൊന്നും പറ്റിയില്ല. പക്ഷേ എന്റെ 2 കാലും തളർന്നുപോയി. ആ അപകടത്തോടെ അർബാബും ആകെ തളർന്നുപോയി. ബിസിനസ്സിലൊന്നും തീരെ ശ്രദ്ധിക്കാതായപ്പോ മോന്റെ അച്ഛൻ അർബാബിന്റെ കമ്പനി മൊത്തവും വാങ്ങി. പക്ഷെ ഇപ്പോഴും അർബാബിന്റെ വിസയും കാര്യങ്ങളും ഒക്കെ ഗോപി സാറിന്റെ കമ്പനിയുടെ പേരിൽ തന്നെയാ. അർബാബിന് വേറെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടായി കുട്ടികളേക്ക് എടുത്ത് വളർത്തിയത്. എനിക്കും ആരും ഇല്ലെന്ന് അറിയാമായിരിക്കും. അതുകൊണ്ട് എന്നെയും നാട്ടിൽ വിട്ടില്ല. പകരം കൂടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കി. ആഴ്ചയിൽ കാണാൻ വരൂ എന്നെ. ദിവസവും വിളിക്കുമായിരുന്നു. 2 ദിവസം വിളി വരാതായപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. പിന്നെ 2 കൈയും ഫോണും വെച്ചിട്ടാ ഇക്ക കാര്യങ്ങളൊക്കെ ചെയ്ത്. എനിക്കതേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂല്ലോ. ഇവര് 2 ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടികളും അർബാബും ഞാനും ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരു പക്ഷേ എന്റെ അച്ഛന് ബിസിനസ്സിനേക്കുപരി ബന്ധങ്ങളെന്നറിയാൻ 25 വർഷം എടുത്ത് കാണും. പക്ഷെ എനിക്ക് ഇക്കനെ കാണാൻ വന്ന ഈ യാത്ര മാത്രം മതി ജീവിതം പഠിക്കാൻ. നീലമിഴി താരമായതെന്തേ നോവു നെഞ്ചമാദ്യമായി പാടുവാനിതെന്തേ കണ്ണാടിക്കൂട്ടായി മാറാൻ ഇളവയിലണയുമേ പുലരിതൻ ചിരിയുമായി ഓമൽ ചുണ്ടത്തേകം നറുതേൻ മണികൾ അലിവെഴും മധുരമായി സ്നേഹം വിരിയും ആഴിത്തിരയിൽ ചാഞ്ചാടി നീരാട് മോഹം നിറവിൻ ചായം പകരും നിമിഷമിതിലൊഴുകാം ഇതളേല നീല നീൾമിഴി താരമായതും